ഏറ്റവും നല്ല നടന്മാരാരാണെന്ന് ചോദിച്ചാൽ ഞാൻ വില്ലനാണെന്നേ പറയൂ. നമ്മളെ വീട്ടിൽ വിളിച്ചോണ്ട് അവരുടെ AC റൂമിൽ കിടത്തി ഉറക്കും, നമുക്ക് ഭക്ഷണം തരും, എല്ലാം ചെയ്യും. ബെൻസ് കാർ അയച്ചു തരും, മോളെ കെട്ടിച്ചു തരും. അതൊക്കെ കഴിച്ചോളൂ. ആരും ഇങ്ങനെ 10, 40, 50 കൊല്ലം ഒന്നിക്കാൻ പോണില്ല. കഴിച്ചോളൂ. ഐ ആം പ്രൗഡ് ടു ബി എ ഹിന്ദു എന്ന് ഞാൻ പറയാറുണ്ട്. ഹിന്ദു എന്ന് പറയുമ്പോഴത്തേക്ക് ചുമ്മാ മതത്തിനെ വെച്ച് കളിക്കണ്ട. സിനിമാക്കാരിൽ പുറത്തു നിന്ന് ഒരു വാച്ചോ ഇതോ സംഗതികളോ കിട്ടാത്ത ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. നല്ലപോലെ കുടിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഇത് അറിവ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരായി. Happy Peanut Butter, a healthy source of protein. പക്ഷെ നാളെ ഒരു സീറ്റ് തന്നാൽ മത്സരിക്കും. അത് ആലോചിക്കേണ്ടി വരും. ആലോചിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന മണ്ഡലം വേണ പേരിലാണോ അതോ ചിലപ്പോൾ അങ്ങനെ ആവാം. പിന്നെ ഒന്ന് ഇന്നടത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇവനൊരു മണ്ഡലം കൊടുത്താൽ അവനെ അങ്ങ് കാലുവായി അങ്ങ് തോറ്റു കഴിഞ്ഞാൽ വീട്ടിൽ പോയി ഇരുന്നോളുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് തരുന്നൊരു സംഭവം ഉണ്ടാവാം. അങ്ങനത്തെ ഒന്നും എനിക്ക് ആവശ്യമില്ല. കാരണം എനിക്കിപ്പോൾ പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് 2 മാസം കഴിഞ്ഞ് നമുക്ക് ഇലക്ഷനാണ്, ഒന്ന് ഇലക്ഷന് നിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒരു ഫാൻസി ചാടി കയറിയിട്ട് വേണമെങ്കിൽ ഫണ്ട് കുറേ ഉണ്ടാക്കി വീട്ടിൽ പോകാമെന്ന് ചിന്തിക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ ചിലപ്പോൾ പോയി നിന്ന് വരും. എനിക്കത് താല്പര്യമുള്ള ആളല്ല. എനിക്കവിടെ പ്രവർത്തിച്ച് അവിടെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് വേണം ഇലക്ഷന് നിൽക്കാനായിട്ട്. നിങ്ങൾക്ക് ഞാനിത് ചെയ്ത് തന്നിട്ടുണ്ട്, വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും കൂടെ ചെയ്യാൻ സാധിക്കും എന്ന് പറയാനുള്ള ഇത് വേണ്ടേ. അല്ലാതെ നിങ്ങൾ എന്നെ കൊണ്ട് ഇരുത്ത്, ഞാൻ തരാം. അതിലെന്താ കാര്യം? എന്തുകൊണ്ടാണ് അങ്ങനെ അടിസ്ഥാന മേഖലയിൽ വർക്ക് ചെയ്യാൻ? സുരേഷ് ഗോപിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചെയ്ത് കൊടുക്കുന്നു, ഒന്നും അല്ലാതെ അവൻ ചെയ്ത് കൊടുക്കുന്നു. ബിക്കോസ് ഹീ ഈസ് മേക്കിംഗ് മണി ആൻഡ് ഗിവിങ് ഇറ്റ് ടു ദ പീപ്പിൾ, ടു ദ കോമൺ പീപ്പിൾ. ആ വ്യത്യാസമുണ്ട്. ഞാൻ അങ്ങനെ കോടിക്കണക്കിന് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എടുത്ത് കൊടുക്കാനും ഇല്ല. അല്ല, എങ്കിലും പ്രവർത്തിക്കാനൊരു മനസ്സുണ്ടല്ലോ. പ്രവർത്തിക്കാനുള്ള മനസ്സെന്ന് പറഞ്ഞാൽ അത് എല്ലാ സ്വയം സേവനും ഉണ്ടാവും, എല്ലാ പാർട്ടിക്കാരനും ഉണ്ടാവും എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. സ്വയം സേവന്മാർക്ക് ഉണ്ടാവും തീർച്ചയായിട്ടും. ഈ വാക്കുകൾ ഈ പറഞ്ഞ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ഞാൻ ജനിച്ച ഐ ആം പ്രൗഡ് ടു ബി എ ഹിന്ദു എന്ന് ഞാൻ പറയാറുണ്ട്. ഹിന്ദു എന്ന് പറയുമ്പോഴത്തേക്ക് ചുമ്മാ മതത്തിനെ വെച്ച് കളിക്കണ്ട. ഹിന്ദു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൽ ജനിച്ച, ഹിന്ദു സംസ്കാരത്തിൽ ജനിച്ചവരെല്ലാവരും ഹിന്ദുസ് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. ചിലരതിനെ മാറ്റി വ്യാഖ്യാനിക്കുന്നതാണ്. ഇപ്പോൾ ഭാരതാംബയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ, ഹിന്ദു സംസ്കാരത്തിന് വേണ്ടി നമ്മൾ നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നടന്ന് ചെല്ലുമ്പം ഭാരതാംബയുടെ പരമവൈഭവത്തിലെത്തിക്കാൻ വേണ്ടിയിട്ട് നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനി മാത്രം പോയാൽ പറ്റുമോ? ഹിന്ദു മാത്രം പോയാൽ പറ്റുമോ? മുസ്ലിം മാത്രം പോയാൽ പറ്റുമോ? ഇല്ല. അതിൽ ഒരാൾ വന്നില്ലെങ്കിൽ, അമ്മ അവിടെ ഇരിക്കുകയാണെങ്കിൽ, ഒരു ഓണത്തിനാണെങ്കിൽ അമ്മ എന്ത് ചോദിക്കും? അല്ല, മറ്റേ അവൻ വന്നില്ലേ എന്ന് ചോദിക്കും. അവർ വന്നില്ല അമ്മേ, ചോറ് വിളമ്പിക്കും, അവൻ വന്നോളൂ എന്ന് പറഞ്ഞാൽ വേണ്ട, അവൻ വരട്ടെ എന്നേ പറയുള്ളൂ. അപ്പോൾ എല്ലാവരും അവിടെ വേണമെന്നല്ലേ എൻ്റെ അർത്ഥം. അങ്ങനെയല്ല പറഞ്ഞ് പഠിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അവിടെ ഓരോരുത്തരെ വെട്ടിമുറിച്ച് ഓട്ടിനായിട്ട് എടുക്കും. ഒരു കാലത്ത് വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞ് നടന്നിരുന്നൊരു സന്തോഷം നമുക്കറിയാം. അങ്ങനെയാണ്. ഇല്ല, അത് എൻ്റെ ബ്രദറിലോ മരിച്ചിരുന്നൊരു സമയമാണ്, ആക്സിഡൻറ്റിൽ വയനാട് വെച്ച്, മൂത്ത ബ്രദറിലോ. അപ്പോൾ അന്ന് മോള് അനീസ് എന്ന് പറഞ്ഞ അവൾ 6 വയസ്സ്, 2 വയസ്സായ കുട്ടി, അവൻ ഇന്ന് മിഷിഗണിലാണ്. അവൾ MD മറ്റേ റേഡിയോളജി ആയി കഴിഞ്ഞ് എറണാകുളത്തുണ്ട്. അവൾ പിന്നെ സ്വന്തം ഹോസ്പിറ്റൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് വേണ്ട എന്ന് തോന്നിയിരുന്നു. അതാണ്. അങ്ങനെയാണ് ഗുരുവായൂർ വെച്ച് ഒരു കാഴ്ച. ഗുരുവായൂർ അതൊരു നല്ല കഥയാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവിടെ ശുഭശ്രീയെ കാണുന്ന അവിടെ വെച്ചാണ് അല്ലേ? അമ്പലത്തിൽ, ഗുരുവായൂർ അമ്പലനടയിൽ. അത് ഏത് ഷൂട്ടിംഗ് സമയത്തായിരുന്നു? ദാദാ വിശ്വനാഥൻ ചേട്ടൻ തന്നെ. ഓ, വിശ്വനാഥൻ ചേട്ടൻ തന്നെ എല്ലാത്തിനും ഒരു നിമിത്തമായിട്ട് വരിക. കണ്ട് ഇഷ്ടപ്പെട്ടു, കല്യാണം ആലോചിക്കാൻ അന്ന് തന്നെ പറഞ്ഞു വിട്ടിരുന്നു എന്നാണ് ഒരു കഥകൾ. ശരിയാണോ അതോ എക്സാജറേറ്റഡ് ആയിട്ട്? അല്ല, അതിനെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി പോകാൻ കുറേ പേരുണ്ടായിരുന്നു. നമ്മുടെ കളക്ടറൊക്കെ ആയിരുന്ന ഇദ്ദേഹം ഇല്ലേ, നമ്മുടെ സതീഷ് കെ എൻ, മട്ടാഞ്ചേരി RDO ഒക്കെ ആയിരുന്നു. സതീഷ് കെ ഒക്കെ എൻ്റെ സുഹൃത്താണ്. പിന്നെ RDO ഗുണവർദ്ധൻ ഉണ്ടായിരുന്നു. അന്ന് SP കൃഷ്ണമൂർത്തി സാറ്. ഇവരൊക്കെ അന്ന് ഒരുമിച്ച് അവിടെ ദിവസം കാണുന്നതാണ്. ഓരോ മിനിസ്റ്റേഴ്സ് വരും, പേര് തൊഴിക്കാൻ കൊണ്ടുവരുന്നതൊക്കെ ആയിട്ട് ഇന്ന് കാണുന്ന സമയത്തൊക്കെയാണ്. ആരാണ് പെണ്ണ് ചോദിക്കാൻ ചെന്നത്? ചോദിക്കാൻ ചെന്നത് ആക്ച്വലി ഒരു ഫ്രണ്ട് ഹരി എന്ന് പറയും, അവൻ്റെ അമ്മയെ പറഞ്ഞു വിട്ടത്. അവിടെ ഉള്ളൊരു വ്യക്തിയുണ്ട് ഹരി. വീട്ടിൽ അമ്മയൊന്നും പറഞ്ഞിടാൻ ധൈര്യം ഉണ്ടായിരുന്നു? എൻ്റെ അമ്മ ട്രിവാൻഡ്രത്തല്ലേ. അപ്പൊ അന്ന് കണ്ട് അവിടെ തന്നെ അല്ലേ, ഉണ്ടെങ്കിൽ വരുത്തിയാൽ പോരെ. ഇവരൊക്കെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ലല്ലോ. ശരി, ഒരു കൺഫർമേഷൻ ചോദിക്കാം വെറുതെ. പിന്നെ അത് ചോദിക്കാം. അന്ന് തന്നെയാണോ കണ്ണ് കാണാൻ നോക്കാന്ന് പറഞ്ഞു. ഇങ്ങനെ നോക്കി, അത്രേ ഉള്ളൂ.
അല്ലാതെ അല്ല കേട്ടിട്ടുണ്ട് അന്ന് കള്ളു കുടിച്ചിട്ടാണ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. അല്ല അന്ന് കള്ളില്ല. അല്ല മീൻസ് ഞാൻ 90 ഡിസംബർ 9 കള്ളുകൂടി വിട്ട ആളാണ്. പെണ്ണ് കാണാൻ ചെല്ലുമ്പം കള്ളു കുടിച്ചിട്ടല്ലേ ചെത്തരുത്? ഞാനാ അല്ല എന്തിന് അങ്ങനെയില്ല. പെണ്ണാണ് 94-ല്ലേ ഇത്. കള്ളുകൂടിയും സേർട്ടും ഒക്കെ വിട്ടതിന് ശേഷമല്ലേ മുറുക്കുമായിരുന്നു. അപ്പം അതൊരു മുറുക്കി തുപ്പിയിട്ട് തന്നെയാ പോയത്. അതെ. പിന്നെ സംസാരിക്കുമ്പോൾ ഞാൻ എല്ലാം പറഞ്ഞിരുന്നു. ഞാൻ മൂക്കിൽ നിന്ന് വന്ന മദ്യം വരുന്ന രീതിയിൽ കുടിക്കുന്ന ആളാണ് എന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നത്. 40-44 പെഗ്ഗൊക്കെ തന്നെ കഴിച്ചിരുന്നു. 44 വെക്കാം. മസ്കറ്റ് ചോദിച്ചാൽ പറഞ്ഞിരുന്നു. മസ്കറ്റ് കഴിക്കുമെന്നറിയാം. 10-44 പെഗ്ഗും കഴിക്കും. ബൈക്ക് ഓടിച്ച് വീട്ടിലും പോകും. എന്തുകൊണ്ടാണ് പിന്നെ അങ്ങനെ കഴിക്കുന്നത് പെട്ടെന്ന് നിർത്തിയത്? കോട്ടയത്ത് എൻ്റെ അപ്പച്ചിയുടെ ഹസ്ബൻഡ് എൻ്റെ അമ്മാവനെ, അദ്ദേഹം പ്രായ മനുഷ്യനായിരുന്നു. അപ്പോൾ അവിടെ പോയാലും വീട്ടിലിരുന്ന് കഴിക്കും. ഞാൻ ആരെയും ഒളിച്ച് കഴിച്ചിട്ടില്ല. ഞാൻ ഒളിച്ച് കഴിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് ഞാൻ വിളിച്ചിരുന്ന് കഴിക്കണുണ്ടാവുമെന്ന് ഒരാൾ ചെന്ന് പറഞ്ഞപ്പോൾ സുകുമാരൻ ചേട്ടനില്ലേ, സൂചേട്ടൻ, പൃഥ്വിയുടെ ഫാദർ, പൃഥ്വിയുടെ ഫാദർ അവനെ അടി കൊടുത്ത് പുറത്തിറക്കിയത് ആലപ്പുഴ വെച്ച്. അവൻ തന്തയ്ക്ക് പറഞ്ഞ പോലെ വെളിയിലിരുന്ന് കഴിക്കുന്നവനാണെന്ന് പറഞ്ഞത്. ഞാൻ അമ്മാവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, കുഞ്ഞെ നീ 3 ജന്മത്തിനുള്ള കുടിച്ചു കഴിഞ്ഞു, നീ ഇനി കുടിക്കരുത്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അകത്ത്. പിന്നെ തൊട്ടില്ല. പിന്നെ 10-30 വർഷത്തിനൊക്കെ ശേഷം കുറച്ച് വൈനോ അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. അത് റെഡ് വൈൻ, സുല, അങ്ങനെയുള്ള വൈൻ. ചില കമ്പനിയിലൊക്കെ പോകേണ്ടി വരുമ്പോൾ ചിലപ്പോൾ ഒന്ന് നോർത്തിലോ ഒക്കെ പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ കഴിക്കാം വൈൻ, സുല. അവരെ ബ്രാൻഡ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാന്ന് വിചാരിക്കും. സുല പ്രൊമോട്ട് ചെയ്യാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് പറഞ്ഞത്. ഇപ്പൊ എന്റെ ബ്രാൻഡഡ് ഷർട്ട് എന്ന് എനിക്ക് പറഞ്ഞോളൂ. അതെ. അല്ല ഇത് തന്നെ ചേട്ടന്റെ ഒരു ഡ്രിങ്ക്, എന്റെ ഇഷ്ടമുള്ള ഡ്രിങ്ക്, അത് പറയാൻ എനിക്ക് അവകാശം. അതുണ്ട്. അയ്യോ അത് ഞാൻ പറഞ്ഞില്ല. അല്ല, ദാറ്റ്സ് എന്റെ ഇഷ്ടമാണ്. അത് വേറൊരാൾ കഴിക്കണം എന്ന് ഞാൻ പറയില്ല. കാര്യം വൈനായാലും ശരി, വിസ്കിയോ ബ്രാൻഡി ആയാലും ശരി, അത് ആരോഗ്യത്തിന് കേടാണ്, ഒരാൾ കഴിക്കാൻ പാടില്ല. പിന്നെ അതുകൊണ്ട് ചത്തു പോട്ടെ എന്ന് സ്വയം തോന്നണവനാണെങ്കിൽ വേണം കഴിക്കാൻ. അല്ല ചേട്ടാ, ഇത് അത്ഭുതം. 46 പെഗ്ഗൊക്കെ ചിലപ്പോൾ ആൾക്കാർ വരും തെള്ളലാന്ന് പറയും. ഇങ്ങനെ വെച്ചാൽ ആരോഗ്യമൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നോ അന്ന്? ഇത് 1 മണിക്കൂർ കൊണ്ടല്ലല്ലോ കഴിക്കുന്നത്. അതെ, കുറച്ചറിയാം. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ ഷേവ് ചെയ്യണം തൊട്ട് കഴിക്കുകയും. അന്നത്തെ എല്ലാവരും കഴിക്കുമായിരുന്നു നല്ലപോലെ. പേര് ഞാൻ ചോദിക്കില്ല, കാരണം അവരൊക്കെ പറയില്ല. എനിക്കറിയാം, കാരണം അവരൊക്കെ വലിയ പേര് ഞാൻ പറയില്ല. കഴിക്കാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. സുരേഷ് ഗോപി ഉണ്ട്, കഴിക്കില്ല. സിദ്ദിഖ് കഴിക്കില്ല, ജഗദീശന് കഴിക്കില്ല, ഗണേശൻ കഴിക്കില്ല, സീട്ട് വലിക്കില്ല, മന്ത്രി. അറിയോ? സാധാരണ ഏതെങ്കിലും മന്ത്രിപുത്രന്മാരങ്ങനെ ഉണ്ടോ? ഉണ്ട്. KP വിശ്വനാഥന്റെ മക്കളുണ്ട്. ഈ മുറുക്കാൻ, ചേട്ടന് മുറുക്കുന്നത് തന്നെ ഒരു കലയാ, ഭയങ്കര കിട്ടിയതാണത്. അച്ഛൻ മുറുക്കുമായിരുന്നു. എന്ത് കലയാണ്. എന്റെ അമ്മ മുറുക്കുമായിരുന്നു. ചെല്ലപ്പെട്ടിയൊക്കെ ഉണ്ടായിരുന്നു, ഒരു പെട്ടിയൊക്കെ മുറുക്കുമായിരുന്നു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ എനിക്കത് വേണ്ടാന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് 420 എന്ന് പറയുന്ന ബീഡയില്ലേ, അതിൽ ഭ്രാന്ത് തോന്നി. അപ്പോൾ നോക്കിയപ്പോൾ അത് ദിവസം 15 20 എണ്ണമൊക്കെ പോകാൻ. കുമാർ സാർ തന്നെ വാങ്ങിച്ചു തരുമായിരുന്നു. അവന് രാവിലെ വാങ്ങിച്ചു കൊടുക്കണേ 420, ഇല്ലെങ്കിൽ അവന് ശരിയാവില്ല. കുമാർ സാർ അദ്ദേഹം പോയി. അങ്ങനെ കുറേ പേര് അത് എൻ്റെ ഒരു ട്രേഡ് മാർക്കായിട്ട് വെച്ചിരുന്നു. അപ്പം എനിക്ക് ചോദിച്ചു, ഇത് നിർത്താൻ പറ്റില്ലേ? ശരി, വേണ്ട, നിർത്തി. അതൊക്കെ ഭയങ്കര വിൽ പവറാണ്. വേണ്ട എന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ. കാരണം ഒരു സംഗതി നമുക്ക് ചെയ്യണമെന്ന് തോന്നിയാൽ ചെയ്യും എന്ന് പറയുന്ന പോലെ തന്നെ വേണ്ടാന്ന് തോന്നിയാൽ വേണ്ടാന്ന് വയ്ക്കാം. നേരത്തെ ശുഭശ്രീയിലേക്കാണ് ഞാൻ വന്നത്. അവിടെ ചെന്ന് പെണ്ണ് ചോദിച്ചു, എന്താണ് പറഞ്ഞത്, മറുപടി എന്തായിരുന്നു? ഇല്ല, ഞാൻ പോയില്ല, കാണാമെന്ന് പറഞ്ഞാൽ പിന്നെ വീട്ടുകാർ പോയി സംസാരിച്ചു. ഓക്കെ ആയിരുന്നു. എന്താണ് ഡിമാൻഡ്സ് എന്ന് ചോദിച്ചു. എൻ്റെ അമ്മാവൻ പറഞ്ഞത് ഏർലി മാരേജ് എന്ന് പറഞ്ഞു. വേറെ ഡിമാൻഡ്സ് ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. കാര്യം തെക്കോട്ടുള്ളൊരു ശ്രീധനം വാങ്ങിക്കുന്നു പറയുന്നത്. ഒരു ഡിമാൻഡും ഇല്ലായിരുന്നു എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പെങ്ങന്മാർക്ക് കൊടുത്തിട്ടില്ല ഒന്നും. 2 പെങ്ങന്മാർ അല്ലേ? രണ്ടുപേരും ഡോക്ടേഴ്സാണ്. ഡോക്ടേഴ്സ്, രണ്ടുപേരും ഗൈനക്കോളജിസ്റ്റാണ്. പേര് ജയശ്രീ കെ നായർ, ഗീത കെ. രണ്ടുപേരും വളരെ പ്രശസ്തരായ ഡോക്ടേഴ്സാണ് ഗൈനക്കിൽ. ഒരാൾ വൈക്കത്ത് ഫേമസ് ആണ്, ഒരാൾ വയനാട് മുഴുവൻ ഫേമസ് ആണ്. വയനാട് സ്വന്തം ഹോസ്പിറ്റലുമാണ്. ആ ഹോസ്പിറ്റൽ പേരെന്തായിരുന്നു? ഡോക്ടർ അപ്പുകുട്ടൻ മെമ്മോറിയൽ ഹോസ്പിറ്റൽ. പിന്നെ ഇപ്പം എൻ്റെ മകളും ഡോക്ടർ PG ഗൈനക്കോളജി. DNB ഒക്കെ കഴിഞ്ഞു അല്ലേ? DNB കഴിഞ്ഞില്ല, DNB ജോയിൻ ചെയ്തു. DGO കഴിഞ്ഞു. DNB MBBS DGO. മകളുടെ കല്യാണം കഴിഞ്ഞു.
ഹീസ് ഡൂയിങ് MD ജനറൽ മെഡിസിൻ അഹമ്മദാബാദിൽ. എന്താ പേര്? 1 ഇയറും കൂടെ ഉണ്ട്. അഷീദ് മേനോൻ. അവർ എവിടെ ഇപ്പോൾ? ഒരാൾ ഇപ്പോൾ അഹമ്മദാബാദിൽ, ഒരാൾ കാലിക്കറ്റിൽ. കാലിക്കറ്റ് മകള്, മറ്റുള്ള അഹമ്മദാബാദ്. അഹമ്മദാബാദ്. അയാളുടെ വീട് തൃശ്ശൂർ തന്നെ. രൂപശ്രീക്ക് എന്തെങ്കിലും ഡിമാൻഡ് പറഞ്ഞായിരുന്നോ? ഈ ഒന്ന് നമ്മൾ അന്നേ ഈ പറഞ്ഞൊരു ഈ തലയെടുപ്പ് അല്ലെങ്കിൽ ഒരു വേറൊരു ലൈൻ ഉണ്ടായിരുന്നു ആ കാലത്ത്, അതിനെയൊക്കെ സഹിക്കാനും പെറുക്കാനും ഒക്കെ കഴിഞ്ഞിരുന്ന ആളായിരുന്നു. തലയെടുപ്പെന്ന് പറഞ്ഞാൽ ഒന്നിനും വഴങ്ങി കൊടുക്കില്ലല്ലോ. അല്ല, അത് ഒന്നിനും വഴങ്ങി കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ അച്ഛൻ പറയണ പോലെ ഉള്ളൂ. ആര് പറയുന്നത് കേട്ടിട്ട് അവൻ വളർന്നിട്ടില്ല, പക്ഷെ എന്തോ ദൈവം സഹായിച്ചിട്ട് പാഴിപ്പോയില്ല എന്ന് പറയും. അത് തലവര പോലെ ഇരിക്കും, അങ്ങനെ പറയാമല്ലോ. ഒരു കുടുംബജീവിതത്തിൽ വളരെ ഹാപ്പിയാണ്. കുടുംബജീവിതത്തിൽ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ, ഇപ്പം എല്ലാവരും ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് കൊണ്ടുവരിക? ആ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഒരാൾ ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും ചോദിച്ചാൽ ഹാപ്പി അല്ലെന്ന് പറയും? ഇല്ലല്ലോ. എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങളുണ്ടാവും, മൈനസ് പോയിന്റ്സ് ഉണ്ടാവും, പ്ലസ് പോയിന്റ്സ് ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ തട്ടിയും മുട്ടി ഇങ്ങനെ പോകും. ദാറ്റ് ഇസ് ഫാമിലി. എന്നാലും വൈഫ് വന്നതിന് ശേഷം ചേട്ടൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഈ പ്രത്യേകിച്ച് അപ്പോൾ തിരിച്ച് അദ്ദേഹത്തിനോ വൈഫിനോ ഒന്നും മാറ്റം വന്നിട്ടില്ല. ടീച്ചറാണ്. ടീച്ചർ. എനിക്കൊന്ന് LLB ആയിരുന്നു പഠിച്ചത് അല്ലേ? LLB പഠിച്ചിരുന്നല്ലേ? LLB കഴിഞ്ഞു, LLM ഫസ്റ്റ് ഇയർ കഴിഞ്ഞു. ശേഷമാണ് പിന്നെ അധ്യാപനം. അല്ല, B.Ed ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ജോലി കിട്ടിയപ്പോൾ അവിടെ കയറി ഗുരുവായൂർ സ്കൂളിൽ. കാര്യം എന്ന് വെച്ചാൽ ജോലി അന്ന് പിന്നെ എനിക്ക് അങ്ങനെ തോന്നിയിരുന്നു, ഗവൺമെൻറ്റിലാണെന്ന് തോന്നിയിരുന്നു. കാര്യം ഞാൻ സിനിമാക്കാരനല്ലേ. അതെ അതെ. ഇപ്പം മോള് കല്യാണമൊക്കെ ആലോചിച്ച് വരുമ്പോഴത്തേക്ക് അച്ഛൻ സിനിമാക്കാരനാണെന്ന് പറയും, ഹീറോയും അല്ലല്ലോ. അപ്പം അവർക്ക് മോശം വേണ്ട, ടീച്ചറിൻ്റെ മോളെന്ന് പറയുന്നുണ്ട്. സിനിമാക്കാരൻ മോശമൊന്നുമല്ല. മോശമല്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളിതൊക്കെ പറയും, ഒരു സിനിമാക്കാരൻ നിങ്ങൾ പെണ്ണാലോചിച്ച് നോക്കി. കാരണം അല്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമുള്ളവരുണ്ട്. ആണല്ലേ? എൻ്റെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. സിനിമ ശരിയാവില്ല, നമ്മളെ വീട്ടിൽ വിളിച്ചോണ്ട് പോകും, അവരുടെ AC റൂമിൽ കിടത്തി ഉറക്കും, ഭക്ഷണം തരും, എല്ലാം ചെയ്യും. ബെൻസ് കാർ അയച്ചു തരും, മോളെ കെട്ടിച്ചേരുമെന്ന്. അങ്ങനത്തെ ഒരുപാട് സംഗതികൾ. ഈ സിനിമാക്കാരെ കുറിച്ച് മോശം അഭിപ്രായം ഉള്ളതുകൊണ്ടായിരിക്കും. മോശം അഭിപ്രായം ഉള്ളതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ, ഈ മോശം അഭിപ്രായം എങ്ങനെ വരണം? ഇതിൽ സ്ഥിരം സ്റ്റിക്ക് ഓൺ ചെയ്യുന്നവർ മോശം ആയിട്ട് ഓരോന്ന് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ കുറേ പേര് ചിലപ്പോൾ കുറച്ച് പൈസ ആയിട്ട് വന്ന് എന്തെങ്കിലും പോക്കരത്തരം കാണിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. അത് ഇപ്പോൾ കുറവാണ്. 84, 85 വളരെ കൂടുതലായിരുന്നു. കാര്യം ഞാനൊക്കെ ചെയ്തിട്ട് പോയിട്ടുള്ള 4-5 ദിവസം കഴിഞ്ഞ പടങ്ങൾ പെട്ടിക്കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ കാക്കനാട് ചേട്ടനൊക്കെ പണ്ട് എഴുതിയ 3 മുഖങ്ങളാണ്. സാറ്, മുകേഷ്, ഞാനൊക്കെ അഭിനയിച്ച 4 ദിവസം ഷൂട്ട് പെട്ടിക്കാത്തിരുന്നു. ആ പ്രൊഡ്യൂസർ അതുവഴി പിടിച്ചിട്ടില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഗതികളുണ്ടെന്ന്. അപ്പോൾ ഇത് ആരുടെ പേരിൽ ചീത്ത പേരിക്ക്? പടം പെട്ടിയില്ല, ഞങ്ങളുടെ പേരില്ല. അവർ ചെയ്ത പടം പെട്ടിയിലാണ്. ഇപ്പം ഞാൻ ചെയ്ത ഹീറോ പടമുണ്ട്, കൊതി തീരും വരെ. ചിത്ര ഹീറോയും ഞാൻ ഹീറോ. അശോകൻ വില്ലനാണ് അതിൽ, ഉണ്ടക്കമായി. ക്യാപ്റ്റൻ രാജു ഒക്കെ ഉണ്ട്. ഈ പടം സെൻസർ കഴിഞ്ഞ പടമാണ്. ഇതെന്താ വെളി വരാത്ത? സെൻസർ കഴിഞ്ഞ പടം എന്താ വെളി വരാത്ത? കാര്യം അതിന് 3-4 പ്രൊഡ്യൂസർമാരായിരുന്നു തൃശ്ശൂരുകാർ. അതിലൊന്ന് മജീന്ദ്രനെ വെടിവെച്ച വ്യക്തിയുടെ എന്തോ ബ്രദറോ അങ്ങനെയൊക്കെ ആയിരുന്നു. അവരൊക്കെ ആയിരുന്നു, ശ്രീനിന്നോ എന്തൊക്കെ പറയും അബ്കാരി. ഇവർ തമ്മിൽ ഈഗോ വർക്കൗട്ട് ചെയ്തപ്പോൾ ആ പടം പെട്ടി തന്നെ. 7 ആർട്സ് മോഹനായിരുന്നു എൻ്റെ മാനേജർ. എൻ്റെ വീട്ടിൽ വന്നൊരു ഡേറ്റ് വാങ്ങിച്ചാണ് അന്ന് 83-ൽ. എൻ്റെ ഹീറോ പടമാണത്. പിന്നെ കറുത്ത കുതിര എന്നൊരു പടം, ഉണ്ണികൃഷ്ണൻ പ്രൊഡ്യൂസറായിട്ടുള്ളത്, രാമേന്ദ്ര ബാബു ഡയറക്റ്റ്, രാമചന്ദ്ര ബാബു അല്ല, രാമചന്ദ്ര കുറുപ്പ. അത് പെട്ടിയില്ലേ? അപ്പോൾ അങ്ങനത്തെ പടങ്ങൾ ഒരുപാട് പെട്ടിയിലുണ്ട്. ഈ പ്രൊഡ്യൂസേഴ്സ് തമ്മിലുള്ള ക്ലാഷ്. ഒരു കാലത്ത് ഈ പറഞ്ഞ മമ്മൂട്ടി, മോഹൻലാൽ അന്നത്തെ എല്ലാ സൂപ്പർ താരങ്ങളുടെയും വില്ലനായിട്ട് വന്നു. തമിഴിൽ ഇതിൽ ഒരുപാട് അവസരങ്ങൾ വന്നില്ലായിരുന്നു. അത് പോകാത്തതാണ്. അത് പോകാത്ത കൊണ്ടല്ല, അന്ന് എനിക്കത് അങ്ങനെ അതൊരു വേണമെന്നൊരു സംഗതി തോന്നിയില്ല. അന്ന് എന്നുവെച്ചാൽ ഇവിടെ നിന്ന് അനങ്ങാൻ സമയം ഉണ്ടായിരുന്നില്ലല്ലോ. 85-ലാണ് ഞാൻ ഏറ്റവും കൂടുതൽ പടം ചെയ്തിട്ടുള്ളത്. 42 പടം എന്തോ ചെയ്തു, 30-36 എന്തോ റിലീസായിട്ടു. രാത്രിയൊക്കെ എഴുന്നേറ്റിട്ട് കരഞ്ഞിട്ടുണ്ട്, അയ്യോ ഇത് വരണ്ടായിരുന്നു എന്ന് പറഞ്ഞത്. അത് ഉറങ്ങാൻ പറ്റണില്ല. 5 മണിക്ക് വരും, 7 മണിക്ക് പിന്നെയും പോകണം. അത് മുങ്ങിക്കളയായിരുന്നു. ഞാൻ ഒരുമാനൊക്കെ മുങ്ങിയിട്ടുണ്ട് ലൊക്കേഷൻ. പക്ഷെ സഹിയായിട്ട് ഓടിക്കളഞ്ഞു. എന്നുവെച്ചാൽ അന്ന് 24 വയസ്സല്ലേ. ഒരുപാട് പേരുമായിട്ട് അഭിനയിച്ചു, ഒരുപാട് പേരുടെ സൗഹൃദമാണ്. ഹിന്ദിയിലുള്ള ഒരുപാട് പേരുമായിട്ടും ചെയ്തിട്ടുണ്ട്. സുപ്രിയ പട്ടക്ക് ചെയ്തിട്ടുണ്ട്. ദീപിക ഞങ്ങളുടെ കൂടെയാണ് ആദ്യം അഭിനയിച്ചിട്ടുള്ളത്. പഴയ രാമായണത്തിലെ സീത. ആദ്യം അവരുടെ അഭിനയ കരിയർ തുടങ്ങണം അങ്ങനെയായിരുന്നു. അംജദ് ഖാനായിട്ട് ഫൈറ്റ് ചെയ്ത്. രതീഷുമായിട്ടുള്ള സൗഹൃദം എങ്ങനെയായിരുന്നു?
നല്ല സുഹൃത്തായിരുന്നു. കണ്ണിൽ നിന്നൊരു വളരെ ഇമോഷൻ ആവും. ചിലപ്പോൾ നല്ല സൗഹൃദമായിരുന്നു. നല്ല സുഹൃത്തായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഷൂട്ടിൻ്റെ സ്ഥലത്ത് തന്നെ അവിടെ എന്തോ ആടി പിടി ബഹളം ഇങ്ങനെയൊക്കെ കുറേ സംഗതികൾ ഉണ്ടെന്ന്. അപ്പോൾ പഴയ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിയോഗം ഭയങ്കര വേദന ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഈ ഇടയ്ക്കാന്ന് തോന്നുന്നു, ഇന്നലെ ആയിരുന്നു തോന്നുന്നു എൻ്റെ അത് ആനിവേഴ്സറി. അവരെ വീട്ടിലെ കാര്യങ്ങളൊക്കെ വിളിക്കാറൊക്കെ ഉണ്ടോ? ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നാൽ ട്രിവാൻഡ്രത്താണെങ്കിൽ വീട്ടിൽ വരും. അവന് ഈ ഉണക്കമീൻ വീക്ക്നെസ് ഉണ്ട്. അപ്പോൾ അത് രാത്രിയാണെങ്കിലും വീട്ടിൽ വന്നിട്ട് ചോറ് ഉണക്കമീൻ, ഏത് നേരം ചോറുണ്ടെന്ന ഒരാളാണ്. മദ്യപാനമാണ് അദ്ദേഹത്തിന്റെ ജീവൻ എടുത്തു എന്ന് പറയുന്നൊരു. മദ്യപാനം ജീവൻ എടുത്തു എന്ന് പറയണമെങ്കിൽ ഇന്നിപ്പം മോളി കേൾക്കാൻ നിൽക്കുന്ന പലരുടെയും ജീവൻ എടുത്തുകൊണ്ട് പോകേണ്ട കാലം കഴിഞ്ഞു പോയി. ഇപ്പോൾ തിക്കുറി ശതമാനും ഒക്കെ എത്രയോ കാലം കഴിച്ചിരുന്നു. അവസാനം മരിച്ച ശ്വാസം മുട്ടായിട്ടാണ് മരിച്ചത്, 3 അറ്റാക്കും കഴിഞ്ഞിട്ട്. അപ്പം മദ്യപാനം എടുത്തു എന്ന് പറയാൻ പറ്റില്ല. മദ്യപാനം ചിലരുടെ ശരീരത്തിൽ അത് ഏൽക്കുന്നുണ്ടാവില്ല. മദ്യം നല്ലതല്ലായിരിക്കാം. നല്ലപോലെ കുടിക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഇത് അറിവ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരായിരിക്കും. അടിച്ച് പൂക്കുറ്റിയാവുന്നത് ഒരുപാട് പേരുണ്ട് അങ്ങനെ. അല്ല, അത് 2 എണ്ണം അടിച്ചിട്ട് വയലൻ്റായിട്ട് സെൻറ്റിമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന വെറും കള്ളത്തര. നിങ്ങൾ എവിടെയെങ്കിലും പോകും, ഒരു ബിസിനസ് സ്റ്റോക്കിന് ഇരുന്ന് നോക്കൂ, അവിടെ കൂടുതൽ കഴിക്കുന്ന ഒരുതിനും 2 പേക്ക് അടിച്ചിട്ട് പോകുന്നതെന്ന് നോക്കി നോക്കി, ഇവനായിരിക്കും ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ഇരുന്ന് ബിസിനസ് ഉണ്ടാക്കാനായിരിക്കുന്നു. അത് മനസ്സിലാക്കിയാൽ മറ്റേ ആൾ കുടിക്കരുത്. അയാൾ ഒറ്റയ്ക്ക് വരുന്നു കുടിക്കണം. അങ്ങനെ കുടിക്കുകയാണ് അയാൾക്ക് അതൊരു ഹാപ്പിനെസ് ആണെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് കുടിക്കരുത്. ഒറ്റയ്ക്കിരുന്ന് കുടിക്കാൻ സമ്മതിക്കരുത് എന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ ഫോറിൻ ഇതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഹസ്ബൻഡും വൈഫും കൂടെ വരികയാണെങ്കിൽ ഒരു ഒറ്റയ്ക്കിരുന്ന് കഴിക്കാൻ അയാളുടെ ഫ്രണ്ടെങ്കിലും പറയും, ഭാര്യ അടുത്ത് പറയും, ആൻഡ് ഗിവ് ഹിം കമ്പനി എന്നാണ് പറയുന്നത്. ഡോണ്ട് അലൗ എ മാൻ ഡ്രിങ്ക് അലോൺ എന്ന് വെച്ചാൽ അവിടെ ഡിസാസ്റ്റർ തുടങ്ങിയെന്നാണ്. ഒറ്റയ്ക്ക് കഴിക്കാൻ തുടങ്ങി അവൻ്റെ തകർച്ചയാണ്. ഒറ്റയ്ക്ക് അവൻ ഒരു പെഗ് അടിച്ചാൽ അവൻ്റെ തകർച്ചയാണ്. സോ ഗോ ആൻഡ് ഗിവ് ഹിം കമ്പനി. ഈ രതീഷിന്റെ മരണവാർത്ത എവിടെ വെച്ചാൽ കേൾക്കുന്നത്? ഞാനായിട്ട് വേണ്ടതുള്ളത് അല്ല, അന്ന് ഈ മദ്രാസിലൊക്കെ ഇങ്ങനെ രാത്രിയൊക്കെ ഉറങ്ങി തിരിഞ്ഞ് നടക്കൽ ഇങ്ങനത്തെ ഒരുപാട് സംഗതികളുണ്ട് നമുക്ക്. ചുമ്മാ ചിലപ്പോൾ വഴക്കുണ്ടാക്കും, വഴിയിൽ തല്ലു. പുള്ളിയുടെ പടം ചെയ്തിട്ടുണ്ട്. പുള്ളി പ്രൊഡ്യൂസറായിരുന്നു. ആ പടം പുള്ളി തന്നെ ഒരു 10 ദിവസം ഡേറ്റ് കുഴപ്പിച്ചിട്ടുണ്ട്, സ്വന്തം പടം. അതിൽ ഞാൻ ഹീറോ ആയിരുന്നു. ഞാനും ഹീറോ, ഇവനും നമ്മുടെ രവി ഹീറോ ആയിരുന്നു. നല്ല ഒരു ഗുരുവായൂർ ഭക്തനാണ് ഗുരുവായൂർ. അപ്പോൾ എനിക്ക് ഇപ്പോൾ ചേട്ടൻ എപ്പം കണ്ടാലും ഈ ഒരു 4-5 കുറികളുണ്ടാവും. ഗുരുവായൂരിൻ്റെ കളപ്പം ഉണ്ടാവും, ദേവിയുടെ കുങ്കുമമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഡെയിലി റുട്ടീനാണോ ഇത്? പുറത്തിറങ്ങുകയാണെങ്കിൽ അത് മുഴുവൻ ഇടാറുണ്ട്. വീട്ടിലാണെങ്കിൽ അങ്ങനെ ഇടാറില്ല. ഒരെണ്ണം ഇടും, ഹനുമാൻ്റെ എല്ലാം ഇടും. ഏറ്റവും മുകളിലുള്ള ഹനുമാൻ. ഞാൻ അതെന്ന് വെച്ചാൽ എൻ്റെ ഗുരു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെങ്കോട്ടോണം സ്വാമിയാണെന്നേ പറയുള്ളൂ. സത്യാനന്ദ സരസ്വതി. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഹി വാസ് എ ലിവിങ് രാമദാസ. ഹനുമാൻ എന്നൊരു സംഭവം എപ്പോഴും ചിലപ്പോൾ പറയുന്നില്ലേ, ആരോഗ്യമായിട്ട് ഇങ്ങനെ നിൽക്കണമെന്ന് പറയണതിൻ്റെ മെയിൻ കാരണം അത് തന്നെയായിരിക്കും. ഹനുമാൻ എന്നൊരു സംഗതി നമ്മുടെ സങ്കല്പവും മനസ്സിലുള്ളത് കൊണ്ട് ആ ഒരു ആരോഗ്യം കിട്ടുന്നതായിരിക്കും. പേട്ടയിലുണ്ടായിരുന്ന, തിരുവനന്തപുരത്തുണ്ടായിരുന്ന ഒരാൾ ജനിച്ച് വളർന്ന് ഇവിടെ വളർന്നതിൻ്റെ എല്ലാം മധുരം അനുഭവിച്ച ഒരാൾ പെട്ടെന്നാണ് ഗുരുവായൂരിലേക്ക് പോകുന്നത്. പെട്ടെന്ന് പോയതൊന്നുമില്ല, അത് അവളുടെ ജോലി അവിടെ ആയതുകൊണ്ട്. അപ്പം പിന്നെ അവിടെ താമസിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് തിരുവനന്തപുരത്തുകാർക്കൊരു ഇതുണ്ടല്ലോ, AVUT ആയിട്ടിരിക്കാനായിട്ട് വലിയ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അച്ചി വീട്ടിലുണ്ട് താമസം, അത് ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് വേറെ വീട് വേണമെന്ന് തോന്നിയതുകൊണ്ട് അങ്ങോട്ട് അവിടെ സ്വന്തമായിട്ടൊരു വീട്. പക്ഷേ എനിക്ക് ട്രിവാൻഡ്രം തന്നെയാണ് എപ്പോഴും പ്രിയം. അന്നും ഇന്നും എന്നും ട്രിവാൻഡ്രം തന്നെയാണ് പ്രിയം. അടുത്ത സുഹൃത്തുക്കളുണ്ടോ? പിന്നെ എൻ്റെ ബാച്ച് മുഴുവൻ ഇവിടെ അല്ലേ. ഇപ്പം നോക്കിയാൽ ട്രിവാൻഡ്രം ക്ലബിലൊക്കെ കാണും, SMCക്കകത്തൊക്കെ ഇരിക്കുന്നുണ്ടാവും. എല്ലാം പെൻഷനല്ലേ എല്ലാ ബാച്ച്. ഞങ്ങളുടെ ബാച്ചിൽ എല്ലാവരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. എന്ന് വെച്ചാൽ ആ ബാച്ച് സ്കൂൾ ബാച്ച്. പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന 2 പേരുണ്ടായിരുന്നു. അതൊന്ന് വിജയനും സുരുവാണ്. എന്തിനും കൂടെ നിൽക്കുന്നവരായിരുന്നു. അവർ 2 പേരും മരിച്ചുപോയി. ഒരാൾ ഗുരുവായൂർ വന്ന് ലോഡ്ജിൽ താമസിച്ചിട്ട് വൈകിട്ട് വീട്ടിൽ വരാതിരിക്കുമ്പോൾ മരിക്കണേ. വേറൊരാൾ ഇവിടെ ക്യാൻസറായിട്ട് മരിച്ചു, വിജയൻ. ദിവസം പോകുന്ന അമ്പലങ്ങളുണ്ടോ? ഗുരുവായൂരുള്ളപ്പോൾ ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമായിരുന്നു. ഇവിടെ ഉള്ളപ്പോൾ അങ്ങനെ എല്ലാ ദിവസവും ഒരമ്പലം എന്നല്ല പോകാം. ചൊവ്വയോ വെള്ളിയോ ഒക്കെ ആറ്റുകാൽ പോകുമായിരുന്നു.
ശ്രീകണ്ഠേശ്വരം പോകും ഞായറാഴ്ച. ഇടയ്ക്ക് പോയി പത്മനാഭനെ കാണും. ചില ദിവസം അവിടെ ശംഖുമുഖത്ത് പോയി ദേവിയെ കാണും. കാര്യം ആ ഗ്രാൻഡ് ഫാദറിൻ്റെ അപ്പൂപ്പൻ്റെ ആളായിരുന്നു ശംഖുമോഹൻ ദേവി. ശംഖുമോഹൻ ദേവിന്നേ വിളിക്കുള്ളൂ, വേറെ ഒരു വാക്ക് വിളിക്കുന്നു. കാര്യം അല്ല, അന്ന് നടന്നു പോകുമായിരുന്നു. ദിവസവും രാവിലെ നടന്നു പോയി തൊഴുതിട്ട് വരും. പിന്നെ ആ റബ്ബർ ഫാക്ടറിയുടെ അവിടെ ഈ റൺവേ വരണ ആ പോർഷനിൽ മതിൽ വന്നതിന് ശേഷമാണ് പോകാത്ത. മറ്റേ ചാക്ക വഴി നടന്നങ്ങോട്ട് കയറാം. അതെ, ഈ ഭക്തിയുടെ അടയാളങ്ങളാണ് ഈ കൈ കിടക്കുന്ന ഓരോ മോതിരങ്ങൾ. ഭക്തിയുടെ ഒന്നുമില്ല, അത് കുറച്ച് ഇത് മറ്റേ ഹക്കീക്കല്ലേ, ഹക്കീക്കാണത്. ഇതാ ടൈഗേഴ്സ് അവിടെ ഒരു നാളിന് വേണ്ടിയിട്ട് ഇല്ല, ഇതെനിക്ക് മറ്റേ ഒരാൾ വന്നപ്പോൾ കൊണ്ട് തന്നത്. അങ്ങനെ സ്വീകരിച്ചാണ്. ഇതിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാ? ഏറ്റവും പ്രിയപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ബാബയുണ്ട്. ബാബയുടെ ആര് തന്നെയാണ്? ഇത് ഷിർഡി ബാബയല്ലേ? അതെ, അവിടുന്ന് കിട്ടിയാണോ? ഇല്ല, അവിടെ നിന്ന് മേടിച്ചിട്ട് വെള്ളി കെട്ടിച്ചു ഞാൻ. മൂന്നാം നടുവരിലുള്ളത് ഇത് ഗുരുവായൂരപ്പൻ. ഇതാണ് ഷാക്കിർ കെട്ടിച്ചതെന്നാന്ന് പറഞ്ഞത്. ഈ മാലകളെല്ലാം വാങ്ങിച്ച് വെക്കുന്നതാണ്. പിന്നെ ആരെങ്കിലും ചുമ്മാ കൊണ്ട് തരുമോ? അല്ല, ഒരുപാട് സുഹൃത്തുക്കളുള്ളല്ലേ, അതുകൊണ്ടാണ്. സുഹൃത്തുക്കളുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്ന് വരെ ഒരാള് അങ്ങനെ കൊണ്ട് തന്നിട്ടുണ്ടെന്ന് പറയാൻ നോക്കില്ല. ഇപ്പം ഈ വാച്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കസിൻ കൊണ്ടുവന്നതാണ് ബോംബെയിലെ. അല്ലാതെ സിനിമാക്കാരിൽ പുറത്ത് നിന്ന് ഒരു വാച്ചോ ഇതോ സംഗതികളോ കിട്ടാത്ത ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. പണ്ട് ഉണ്ട്, ചാക്കോ എന്ന് പറഞ്ഞൊരു എനിക്ക് കൂളിംഗ് ഗ്ലാസ് തന്നിട്ടുണ്ട് എറണാകുളത്ത് വെച്ച്. അല്ലാതെ ഒന്നും വാങ്ങിക്കില്ല എന്നല്ല, എനിക്ക് തന്നിട്ടില്ല. വാങ്ങിക്കില്ല എന്ന് തോന്നിയോണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. അവൻ കെട്ടിയതിനെക്കാട്ടിലും വേറെ വലിയ കൈ കിടക്കണമെന്ന് തോന്നിയോണ്ടാണോ എന്ന് അറിയില്ല. പിന്നെ മമ്മൂട്ടിയുടെ കൈ കിടക്കണ പോലെ ഒന്നും 16 ലക്ഷത്തിൻ്റെ ഒന്നും കാണൂല. ഏറ്റവും കൂടി പിന്നെ മമ്മൂട്ടി തന്നിട്ടുണ്ട് കൂളിംഗ് ഗ്ലാസ്. അതല്ലേ, അതൊക്കെ ഇപ്പോഴുണ്ടോ? ആ, കരയറ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഒരു ഫോസില എന്തോ തന്നിട്ടുണ്ട്, അത് 2 എണ്ണം ഉണ്ട്. ഈ ഒരു വേഷവിധാനത്തിലാണ് കുറേ കാലമായിട്ട് ഇപ്പോൾ ഞങ്ങൾ നല്ല മുണ്ടും നല്ല എത്ര നീളമുള്ളൊരു ജൂബായി. ഇത് കംഫർട്ടിന് വേണ്ടി തിരഞ്ഞെടുത്താണോ? അത് കംഫർട്ടിന് വേണ്ടിയല്ലേ, ഇത് ശരിക്കും പറഞ്ഞാൽ കംഫർട്ട് കുറവാണ്. പിന്നെന്താണ്? കാരണം എന്ന് വെച്ചാൽ ഈ മരം പോലെ ഞാൻ ഇങ്ങനെ കൊണ്ട് നടക്കണ്ടേ. ഇതിങ്ങനെ നിൽക്കണോ, എവിടെയെങ്കിലും കയറി ഒന്ന് ഉടക്കി കഴിഞ്ഞാൽ അത് കീറിപ്പോവും. അപ്പം മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ്. തേച്ചലക്കി ഇങ്ങനെ കൊണ്ട് നടക്കണം. ഒന്ന് ഇടുക എന്ന് പറഞ്ഞാൽ തന്നെയും ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ എന്തോ പറയാ, മറ്റേ മെത്തക്കകത്ത് മറ്റേ ഇത് കയറ്റില്ലേ അതിൻ്റെ കവറ്, അതുപോലെ ബുദ്ധിമുട്ടിട്ട് കയറണം. ഇതൊക്കെ ഉണ്ട്. അതല്ല, എനിക്കെന്തോ അത് ഇട്ടപ്പോൾ അത് എനിക്ക് കണ്ടാൽ കൊള്ളാൻ തോന്നി. മിററിൽ നോക്കിയപ്പോൾ ചിലർ എൻ്റെ അടുത്ത് ഇറ്റ് സൂട്ട്സ് യു എന്ന് കുറച്ച് പേര് പറഞ്ഞു. പിന്നെ ഞാൻ ഇങ്ങോട്ടു. പിന്നെ ചിലർ സിനിമകളിൽ എന്തോന്നടാ ഇത് എന്നൊക്കെ ചോദിച്ചവരുണ്ട്. ആവശ്യമില്ല നീളത്തിൽ എന്നൊക്കെ പറഞ്ഞു. 3 ദിവസം കഴിയുമ്പോൾ അതേപോലത്തെ അവർ തച്ചിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ അനുകരിക്കുകയാണ്. ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. എനിക്ക് വേണം തോന്നിയാൽ ചെയ്യും. വേറൊരാൾ പറഞ്ഞ അനുസരിച്ചിട്ട് ഒരു സാധനം ചെയ്യാറില്ല. നല്ല ഭക്ഷണപ്രിയനാണ്. നല്ല ഭക്ഷണം എനിക്കിഷ്ടമാണ്. എവിടെ നിന്ന് പോയി കഴിക്കും? ഇപ്പോഴും അതെ, ഇപ്പോൾ എവിടെ വേണം പോയി കഴിക്കും. ഇപ്പം ഇവിടെ വന്നിട്ട് എല്ലാം കഴിക്കുന്ന സ്ഥലം ഏതാണ്? ഇല്ല, ഇവിടെ മട്ടൺ കിട്ടുന്ന കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം അത് പോയി. പിന്നെ ഇപ്പോഴും ആ രാജില എന്ന് പറഞ്ഞടുത്ത് മട്ടൺ കിട്ടും, ഉള്ളകടവ് ചെറിയ കട. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ? ആ പഴയ കാലത്തിന്റെ ഓർമ്മകളിലൂടെ ഭക്ഷണം അന്വേഷിച്ച് പോയി കണ്ടെത്തി. അതെ, അതിങ്ങനെ വേണ്ടെന്ന് വയ്ക്കണം ഇങ്ങനെ ഇതൊക്കെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളിത് കഴിക്കുകയോ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് കഴിക്കാൻ പറ്റുന്നിടത്തോളം അല്ലേ കഴിക്കാൻ പറ്റുള്ളൂ, ഇല്ലേ? അത് വളരെ പ്രധാനമാണല്ലോ. ചിലപ്പോൾ എന്തെങ്കിലും അസുഖം വന്നു, കഴിക്കാൻ പറ്റിയില്ല, ഇതൊക്കെ അയ്യോ അന്ന് ഇത് കഴിക്കാമായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചൊരു കാര്യമുണ്ട്. നസീർ സാറൊക്കെ വയസ്സാകുമ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട്, നസീർ സാറിനൊക്കെ വൈകിട്ട് നമ്മൾ കണ്ടാൽ നമുക്ക് വിഷമം തോന്നും. പുള്ളിയുടെ ടിഫിൻ എന്ന് പറഞ്ഞ് 4 കടല കൊണ്ടുവരും, പൊട്ടുകടലയില്ലേ, അത് 4 എണ്ണം കൊണ്ടുവന്നിട്ട് ചായയുണ്ട്, അതിൽ 2 എണ്ണം അടുത്തിരിക്കുന്ന 2 പേർക്ക് ഓരോന്ന് കൊടുക്കും. പുള്ളി അതിൽ 2 എണ്ണം കഴിച്ചിട്ട് ഇതൊക്കെയാണ് പുള്ളി കഴിക്കുന്നത്. ഇറച്ചിയൊക്കെ കഴിക്കുകയാണെങ്കിൽ ചവച്ചിട്ട് തുപ്പും, ഇറച്ചി തുപ്പിക്കളയും. അതിൻ്റെ ഈ ജ്യൂസ് മാത്രം എടുക്കുക മീറ്റിൻ്റെ. അത്രയ്ക്ക് കഷ്ടപ്പെട്ടൊക്കെ പുള്ളി 60 വയസ്സ് വരെ അങ്ങനെ പിടിച്ച് നിർത്തിയിരുന്നു. എന്നിട്ടും അബദ്ധം പറ്റും. അപ്പോൾ പുള്ളി കുറച്ചു കാലം നല്ല ഭക്ഷണം കഴിച്ചിരുന്നെങ്കിലും. അതെ അതെ. അപ്പം നമ്മളൊക്കെ ഓരോന്ന് കാണിക്കും, പുള്ളി തന്നെ അവിടെ ഇരുന്നിട്ട് പറയാറുണ്ട് അമ്പാടിയുടെ സെറ്റിൽ, അത് നിങ്ങളൊക്കെ കഴിച്ചോളൂ, ആരും ഇങ്ങനെ 10, 40, 50 കൊല്ലം നിൽക്കാൻ പോണില്ല, കഴിച്ചോളൂ. അതെ, നമ്മളിപ്പോൾ 43 കൊല്ലമായി. അതുകൊണ്ട് അങ്ങനെ പറയും. അതെ. പിന്നെ മൗശേട്ടൻ പിന്നെ അങ്ങനെ ആയിരുന്നു, തൻ്റെ അടിയായ. നമ്മുടെ ഇപ്രാവശ്യം കാണാൻ പോയില്ല, എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ രാവിലെ പോകണമെന്ന് നടക്കില്ല. ഇത് നേരത്തെ ആയിരുന്നെങ്കിൽ ഞാൻ പോയിട്ടുണ്ടാവും. അദ്ദേഹത്തിനെ കണ്ടിട്ടേ പോകുള്ളൂ സാധാരണ ഇത് വന്നാൽ ഞാൻ ഒന്ന് പോകാറുണ്ട്. അവിടെ ഒരുപാട് വേഷങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ ഇല്ല, നമ്മളെ പിന്നെ വെല്ലുവിളിക്കുന്ന വേഷങ്ങൾ വന്നു എന്ന് ചോദിച്ചാലും ഇല്ല. അങ്ങനെ ഒരു കഥാപാത്രത്തിന് വേണ്ടി ഒരു കാത്തിരിപ്പെങ്കിലും ഉണ്ട്. വെല്ലുവിളിക്കുന്ന വേഷങ്ങൾ വന്നു എന്ന് ചോദിച്ചാൽ ഇല്ല ശരിക്കും. പക്ഷെ ഞാൻ വിധി എന്ന് പറഞ്ഞൊരു സീരിയൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
ഏഷ്യാനെറ്റിൽ. അത് 50 എപ്പിസോഡാണ്. 25 എപ്പിസോഡ് എൻ്റെ ചെറുപ്പവും 25 എപ്പിസോഡ് ഞാൻ പ്രായമായിട്ടും. അപ്പോൾ കുമാർ സാറിൻ്റെ കഥയാണ് സുബ്രഹ്മണ്യം മുതലാളി എന്ന് പറയുന്നത് മധുചേട്ടൻ, കുമാർ സാർ രാമേന്ദ്രൻ, ഞാൻ ചന്ദ്രമൗലി, പൊന്നമ്മ ചേച്ചി അമ്മ, അങ്ങനെ വെച്ചിട്ടൊരു സാധനം ചെയ്തിട്ടുണ്ട്. അത് അവസാനം ഭയങ്കരമായിട്ട് ഞാൻ ഇവരുടെ നിന്ന് സ്വത്തടിച്ച് മാറ്റി എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റിപ്പൻറ്റ് ചെയ്ത് ഇവരുടെ അടുത്തൊക്കെ പോയി മാപ്പ് ചോദിക്കുന്നു. അച്ഛനില്ല അമ്മയപ്പം ഉണ്ട്. അപ്പം ഇങ്ങനെ തമ്മിൽ കരഞ്ഞ് കാരണം അപ്പോൾ പൊന്നമ്മ ചേച്ചി പോയി കട്ടി അടിച്ചിട്ടുണ്ട്. ഇത് നീ ചെയ്യോടാ ഈ സെൻറ്റി എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ചേച്ചി അത് തന്നിട്ടില്ലല്ലോ, തന്നാൽ ചെയ്യും. കാര്യം ഞാൻ ഒരുപാട് ശിവാജി ഗണേശൻ്റെ പടം കണ്ട് ശീലിച്ചു പോയിട്ടുള്ള ഒരാളാണല്ലോ. അപ്പോൾ സെൻറ്റി എന്ന് പറഞ്ഞൊരു സാധനം പെട്ടെന്നൊരു വരവ് വരും. അല്ല, ഇപ്പോൾ രതീഷിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് സെൻറ്റി അല്ല, അത് ആ ഇമോഷൻ എന്ന് പറയുന്നത് അഭിനയത്തിലും അത് അഭിനയമാണെന്നല്ല ഞാൻ പറഞ്ഞത്. അത് ഇമോഷൻ നമ്മുടെ ഭാഗത്തുണ്ട്. ഈ നമ്മൾ ശരീരം കൊണ്ടൊക്കെ നമ്മളെ ഭയപ്പെടുത്തുമെങ്കിലും ആ സൂക്ഷ്മതലത്തിൽ ഇല്ല, അത് വരണമല്ലോ. അതെ, ഇല്ല, ശരീരം കൊണ്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം വിജയരാഘവൻ ആരോ പറഞ്ഞ പോലെയുള്ളൂ. ഇപ്പം നീയൊക്കെ വില്ലൻ ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും സ്ട്രെയിൻ എടുത്തിട്ടല്ലോടാ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അതെ, കാരണം വെളിയിൽ നിന്നൊക്കെ ഓരോരുത്തരെ വിളിച്ചോണ്ട് വരില്ലേ ഇവിടെ വില്ലനായിട്ട്. അവർക്കൊന്നും ചെയ്യണ്ട, മേക്കപ്പും വേണ്ട, വെറുതെ നിന്നാൽ മതി. ഇല്ലേ, പൈസ അവൻ വാങ്ങിച്ചുകൊണ്ടു അടി നമ്മളും കൂടണം. നമ്മളിങ്ങനെയൊക്കെ പിടിച്ചിട്ടാണ് വില്ലനാവുന്നത്. ശരിയേ? ഞാൻ പറഞ്ഞ ഇദ്ദേഹം പറഞ്ഞ ജേസി സാറ്, ഞാൻ ഒരു വേഷം വേറെ ആളുമായിട്ട് വെച്ച് മാറാമെന്ന് ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അത് ചെയ്തോളാന്ന്. വേണ്ട അവൻ്റെ കണ്ണ് കണ്ടാൽ തന്നെ അറിയാം ഗുണ്ടയാണ്. സാറ് പറഞ്ഞ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം, അയാൾക്ക് താല്പര്യം ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ ജയ് സാർ പറഞ്ഞു വേണ്ട നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരുമാതിരി കൊച്ചു പിള്ളേർ ചിരിക്കണമല്ലേ ചിരിക്കണം. നമ്മൾ ചിരി മാറ്റണം, ലുക്ക് മാറ്റണം. അവരെ പെണ്ണുങ്ങൾ വല്ല പെണ്ണാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ രീതി നോക്കണം. ആ സ്ഥാനത്തിൽ പോകും. ജീവിതത്തില് പാവം ആൾക്കാരാണ് എല്ലാ വില്ലന്മാരും. ആണ്. ഏറ്റവും നല്ല നടന്മാരാരാണെന്ന് ചോദിച്ചാൽ ഞാൻ വില്ലനാണെന്നേ പറയൂ. വില്ലനാണ് ഏറ്റവും കൂടുതൽ അഭിനയിക്കേണ്ട കാര്യങ്ങളുള്ള. ദേഷ്യം വേണം, ശൃംഗാരം വേണം, തമാശ വേണം, എല്ലാ സംഗതിയും ചെയ്യണം. ഹീറോ ചെയ്യണത് ചെയ്യില്ല എന്നല്ല പറയണത്, ഇപ്പം ചെയ്യുന്നു എല്ലാവരും. കോമഡിയൊക്കെ കൂടെ ചേർത്താണ് ഹീറോസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഹീറോയ്ക്ക് ഫൈറ്റും ഇതും ചെയ്ത് ജയിച്ചാൽ മതി. ഏറ്റവും ഒടുവിൽ എന്തെങ്കിലും ഒരു സ്വപ്നം സിനിമയിൽ എന്തെങ്കിലും ഉണ്ടോ? സിനിമയിൽ സ്വപ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ആർട്ടിസ്റ്റിനോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ല. കാരണം എല്ലാ വേഷവും ചെയ്ത് തീർന്ന ആളാണ് രജനീകാന്ത് എന്ന് പറഞ്ഞ ആൾ. ദൈവമായിട്ട് നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കി, ഇപ്പോഴും ഞാൻ ഉദ്ദേശിച്ച വേഷം എനിക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ മോഹൻലാൽ എൻ്റെ അടുത്ത് ചോദിക്കും, മോഹൻലാലും ഇത് തന്നെ പറയും. അടുത്ത ജന്മം എന്ത് വേണമെന്ന് ചോദിച്ചാലും പറയും സിനിമ നടനായാൽ മതി എന്നും പറയും. ഇല്ല, ഇപ്രാവശ്യം ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചിട്ടില്ലേ, ഇപ്പോൾ എന്നാലും എനിക്കത് മതി എന്ന് പറയും. കാര്യം അതായതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. ഞാൻ പറയാം കൽപ്പണി കൊല്ലമായിട്ടാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന വരൂ. അടുത്ത ജന്മത്തിൽ അപ്പോൾ സിനിമ നടനാകാനാണ് ആഗ്രഹം. അടുത്ത ജന്മം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെന്ന് ആഗ്രഹമുള്ള ആളല്ല ജന്മം. ജ്യോതിഷപ്രകാരം അങ്ങനെ അതില്ല. എനിക്കങ്ങനെ ആകണം, അടുത്തൊരു ജന്മം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. എനിക്ക് ഇപ്പോൾ ഭഗവാന്റെ പാദത്തിലേക്കാൻ സാധിച്ചാൽ അങ്ങനെ ആവണം എന്ന് വിചാരിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് എനിക്ക് മറ്റെന്താ പറയുക, ഇപ്പോൾ സിനിമയിലാണെങ്കിലും ഇപ്പോൾ വന്നിട്ടോ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് കയറ്റുന്നത്. എനിക്ക് അതിമോഹം എന്നൊരു സാധനം അതിൽ വരാറില്ല. പിന്നെ ഒരുപാട് മനസ്സിൽ വേദന തോന്നുന്ന സംഗതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഇതിലേക്ക് 10 ദിവസം കേട്ടോ 5 ദിവസം കേട്ടോ എന്ന് പറയും. നമ്മളവിടെ ചെല്ലുമ്പോൾ 5-6 പേരിൽ ഒരാളാവും. അപ്പം തന്നെ നമ്മുടെ കംപ്ലീറ്റ് സംഗതി പോകും. അപ്പോൾ പെർഫോമൻസ് എന്നൊരു സാധനം നമുക്ക് അപ്പോഴേ ലോക്കായി. അപ്പോൾ പിന്നെ നമ്മൾ അഭിനയിക്കുന്ന സമയം മുഴുവൻ നമ്മുടെ ഈ ഉപബോധ മനസ്സിൽ കിടക്കുന്ന സംഗതി എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഇടയിലല്ലേ ഈ ചിന്തയെ വരുന്നത്. മനസ്സ് കൊതിക്കുന്നൊരു കാര്യമുണ്ട്, അപ്പോഴും എപ്പോഴും ഒരു നല്ല കഥാപാത്രം. അതായത് എനിക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള കഥാപാത്രം ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുണ്ട്, ചെയ്യണമെന്നും. താങ്ക് യു. താങ്ക് യു സോ മച്ച്.